ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ് ആയിരുന്നു. അതിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ് ഓഫ് സെക്കൻഡ് കൈൻഡ് ആണ്. അതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ്: ഇഫ് എഫ് ബിലോങ്സ് ടു ആർ ഓഫ് എ പ്ലസ് എപ്സിലോൺ ബി. എഫ് എന്നുള്ളത് ഒരു റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ ആണ് ഇൻ എ പ്ലസ് എപ്സിലോൺ ബി ഫോർ ഓൾ എപ്സിലോൺ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എപ്സിലോൺ ലെസ് ദാൻ ബി മൈനസ് എ. അതായത് എപ്സിലോണിൻ്റെ വാല്യൂ ബി മൈനസ് എയൊക്കെ താഴെയുടെ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ബട്ട് എഫ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ഓഫ് എ ബി. എഫ് ക്ലോസ് ഇൻ്റർവൽ എ ബിക്ക് അകത്ത് റീമാൻ ഇൻ്റഗ്രൽ അല്ല. അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കൂ. ക്ലോസ് ഇൻ്റർവൽ എ ബി എടുക്കുമ്പോൾ അത് റീമാൻ ഇൻ്റഗ്രൽ അല്ല, പക്ഷേ ഒരു എ പ്ലസ് എപ്സിലോൺ, വേറെ ദിസ് എപ്സിലോൺ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് ബി മൈനസ് എ. അപ്പോൾ എയുടെ തൊട്ടടുത്തുള്ള ഒരു വാല്യൂ എടുത്താൽ പോലും അത് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. പക്ഷേ ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ അത് റീമാൻ ഇൻ്റഗ്രൽ അല്ല. So we define integral a to b f of x dx as the ordered pair f capital F where f of epsilon equal to നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ്: a plus epsilon to b f of x dx where 0 less than epsilon less than b minus a. We say that integral a to b f converges to a if limit epsilon tends to 0 plus f of epsilon equal to a. അപ്പോൾ ഈ ഒരു f of epsilonൻ്റെ വാല്യൂ ലിമിറ്റ് epsilon tends to 0യിൽ a എന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ f of epsilon എന്ന ഇൻ്റഗ്രൽ, ഈ ഇൻ്റഗ്രൽ a plus epsilon to b f of x കൺവേർജ് എന്ന് പറയും. ആൻഡ് ദ ഇൻ്റഗ്രൽ ഓഫ് ദിസ് ടൈപ്പ്, ദറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി സ്മോൾ എഫ്, ഈസ് കോൾഡ് ആൻ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ്. അപ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് നമ്മൾ കണ്ടത് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എന്ന ഫോമിലായിരുന്നു. സെക്കൻഡ് കൈൻഡിൽ നമ്മുടെ ഇൻ്റഗ്രലിൽ ക്ലോസ് ഇൻ്റർവൽ എ ബി എടുക്കുമ്പോൾ റീമാൻ ഇൻ്റഗ്രൽ ആയിരിക്കില്ല. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറയുമ്പോൾ ശരിക്കും ഈ എ എന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഒരുപക്ഷെ അൺബൗണ്ടഡ് ആയാൽ മതി, ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ ഇൻഫിനിറ്റിലേക്ക് പോയാൽ മതി. അത്തരം കേസുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√x, ഫംഗ്ഷൻ്റെ വാല്യൂ 1/√x ആണ്. അപ്പോൾ നമുക്കറിയാം 0 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ്, അല്ലെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0, 1. ബട്ട് ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എഫ് ഓഫ് എക്സ് ഈസ് ബൗണ്ടഡ് എബവ് ആൻഡ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എപ്സിലോൺ 1. അപ്പോൾ നമ്മൾ എ പ്ലസ് എപ്സിലോണിന് പകരം എയുടെ വാല്യൂ 0 ആയതുകൊണ്ട് ക്ലോസ് ഇൻ്റർവൽ എപ്സിലോൺ 1 എടുക്കുകയാണ്. വേറെ എപ്സിലോൺ ഇസ് എ വാല്യൂ, എ പോസിറ്റീവ് വാല്യൂ, ക്ലിയർലി ലെസ് ദാൻ 1 ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇൻ്റഗ്രൽ 0 to 1 1/√x dx എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ്, ഇവിടെ 0 പ്ലസ് എന്ന് പറയാൻ കാരണം റൈറ്റ് സൈഡിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എപ്സിലോണിലേക്ക്. നെഗറ്റീവ് വാല്യൂസ് നമ്മൾ നോക്കുന്നില്ല, പോസിറ്റീവ് ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്സിലോൺ ടു 1 1/√x ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 √x ഇൻ്റഗ്രൽ x raised to 1/2 ആണ് ഫ്രം ലിമിറ്റ് എപ്സിലോൺ ടു 1 ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി 2. ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എപ്സിലോണിൻ്റെ ലിമിറ്റ് 0 എടുത്ത് ഞാൻ ആൻസർ ഉള്ളത് 2 എന്നായിരിക്കും. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് വാല്യൂയിലേക്ക് പോകുന്നുണ്ട്, ഒരു ഫൈനറ്റ് വാല്യൂയിലേക്ക് പോകുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് integral 0 to 1 1/√x dx, which is improper integral of second kind, and that converges. Next we will check the convergence of integral 0 to 1 dx by x square. So f of x equal to 1/x square ആണ് നമ്മുടെ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ 0 എന്ന പോയിന്റ് അൺബൗണ്ടഡ് ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റിലേക്ക് പോകും. സോ വി ക്യാൻ ടേക്ക് integral 0 to 1 dx by x square as limit epsilon tends to 0 plus integral epsilon to 1 1/x square. അപ്പോൾ ഇത് നമ്മുടെ improper integral of second kind ആയി കഴിഞ്ഞു. This value will be limit epsilon tends to 0 1/x square value, integral value minus 1/x ആണ് from limit epsilon to 1. Applying the upper limit and lower limit we get limit epsilon tends to 0 minus 1/1 plus epsilon. പക്ഷേ ഈ 1/epsilon as epsilon tends to 0 infinity ആണ്. So this limit will be infinity, which is not a finite value. So the given integral 0 to 1 1/x square dx is divergent. Another example, find the value of integral -1 to 7 dx by x plus 1 all raised to 1/3 എന്നാണ്. ഇവിടെയും എക്സിൻ്റെ വാല്യൂ ഈ ലോവർ ലിമിറ്റ് -1 കൊടുത്തത് നമുക്കറിയാം. ഈ വാല്യൂ ഇൻഫിനിറ്റിക്ക് പോകും, അല്ലെങ്കിൽ ഡസ് നോട്ട് കനോട്ട് ഡിഫൈൻ ദാറ്റ്, അല്ലെങ്കിൽ അൺബൗണ്ടഡ് എന്നൊക്കെ പറയാം. സോ നമ്മളോട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ -1 to 7 dx by x plus 1 all raised to -1/3 ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 -1 plus epsilon, നമ്മൾ a plus epsilon to b എന്ന് പറഞ്ഞത്, -1 plus epsilon to 7 1/x plus 1 all raised to 1/3 പറയാം. x plus 1 all raised to 1/3 x plus 1 all raised to -1/3 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -1/3 plus 1/-1/3 plus 1, that will be x plus 1 raised to 2/3 from limit -1 plus epsilon to 7. Applying the upper limit and lower limit we get limit epsilon tends to 0 3/2 into x plus 1 വാല്യൂ upper limit എടുക്കുമ്പോൾ 8 ആയിരിക്കും, 8 raised to 2/3. lower limit എടുക്കുമ്പോൾ -1 plus epsilon plus 1 എന്നുള്ളത് epsilon തന്നെയോ, epsilon raised to 2/3. 8 raised to 2/3 വാല്യൂ 2 square 4 ആയിരിക്കും. So limit epsilon tends to 0 3/2 into 4 minus epsilon raised to 2/3. epsilon വാല്യൂ 2/3 0ലേക്ക് പോകുമ്പോൾ epsilon raised to 2/3 0ലേക്ക് പോകും. So 3/2 into 4, that is 6 ആയിരിക്കും ആ ഇൻ്റഗ്രൽ വാല്യൂ. Another example, this is an important one, നമുക്കൊരു ജനറലായിട്ട് പ്രൂവ് ചെയ്യാനുള്ളതാണ്. ഇൻ്റഗ്രൽ a to b dx by
എക്സ് മൈനസ് എ ഓൾ റേസ് ടു പി കൺവെർജസ് ഇഫ് പി ലെസ് ദാൻ 1 ആൻഡ് ഡൈവർജസ് ഇഫ് പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. നമുക്കതിനെ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ എ ടു ബി 1/x മൈനസ് എ റേസ് ടു പിനെ ഇൻ്റഗ്രൽ എ ടു ബി എക്സ് മൈനസ് ഓൾ റേസ് ടു മൈനസ് പിനെ എഴുതാം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എ ആകുമ്പോൾ എക്സ് മൈനസ് എ എന്നുള്ള നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. സോ ദിസ് എൻ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ്. ഇനി ഇവിടെ തന്നെ പിയുടെ വാല്യൂ നോക്കാം. പിയുടെ വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ പി നെഗറ്റീവ് ആണെങ്കിൽ ഇത് സംഭവിക്കുന്നതാണ്. പി 0 ആണെങ്കിൽ ഇത് 1 ആയിരിക്കും. പി നെഗറ്റീവ് ആണെങ്കിൽ ഈ മൈനസ് പി എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കും. സോ ഇത് എക്സ് മൈനസ് എ ഓൾ റേസ് ടു എ പോസിറ്റീവ് നമ്പർ എന്ന ഫോമിൽ വരാം. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ എപ്പോഴും ഡിഫൈൻഡ് ആയിരിക്കും. കാരണം ഈ വാല്യൂ ഒരിക്കലും ഡിനോമിനേറ്ററിലേക്ക് പോകുന്നില്ല, എപ്പോഴും ന്യൂമറേറ്റർ തന്നെയായിരിക്കും. സോ ഇറ്റ് ഇസ് ഓൾവേസ് എ പ്രോപ്പർ ഇൻ്റഗ്രൽ. അപ്പോൾ നമുക്ക് എന്ത് നോക്കിയാൽ മതി, പി ഗ്രേറ്റർ ദാൻ 0 ചെക്ക് ചെയ്താൽ മതി. കാരണം പി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ പി പോസിറ്റീവ് ആകുമ്പോഴാണ് ഈ പവർ നെഗറ്റീവ് നിൽക്കുകയും ഇത് ഡിനോമിനേറ്ററിൽ പോവുകയും ചെയ്യുള്ളൂ. അപ്പോഴാണ് എക്സ് ഈക്വൽ ടു എയിൽ ഇത് നോട്ട് ഡിഫൈൻഡ് എന്ന ഫോമിലേക്ക് വരുള്ളൂ. സോ നമ്മൾ പി ഗ്രേറ്റർ ദാൻ 0 ചെക്ക് ചെയ്യാണ്, ചിന്തിക്കുകയാണ്. ഇൻ്റഗ്രൽ എ ടു ബി എക്സ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് പി ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് ടു 0 എയിൽ നോട്ട് ഡിഫൈൻഡ് ആയതുകൊണ്ട് എ പ്ലസ് എപ്സിലോൺ റേസ് ടു ബി എ പ്ലസ് എപ്സിലോൺ ടു ബി 1/x മൈനസ് എ ഓൾ റേസ് ടു ബി ഓർ 1 അതിനെ എക്സ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് പി എഴുതാം. സോ ദാറ്റ് ഈസ് ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് ടു 0 എക്സ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് പി ബൈ 1 മൈനസ് പി ഫ്രം ലിമിറ്റ് എ പ്ലസ് എപ്സിലോൺ ടു ബി. ഇവിടെ നമ്മൾ പി നോട്ട് ഈക്വൽ ടു 1 എടുക്കുന്നത്, കാരണം പി 1 ആയി കഴിഞ്ഞാൽ ഇത് മൈനസ് 1/x മൈനസ് എന്ന ലോഗിലേക്ക് പോകും. സോ നമ്മൾ പിയുടെ വാല്യൂ 1 എടുക്കുന്നില്ല. ദെൻ എപ്സിലോൺ ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് ടു 0 ഈ വാല്യൂവിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബി മൈനസ് എ റേസ് ടു 1 മൈനസ് പി ബൈ 1 മൈനസ് പി. എ പ്ലസ് എപ്സിലോൺ കൊടുക്കുമ്പോൾ എ മൈനസ് എ ക്യാൻസൽ ആവും, എപ്സിലോൺ റേസ് ടു 1 മൈനസ് പി ബൈ 1 മൈനസ് പി. അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന ടൈം ഇത് മാത്രമാണ്, ഇവിടെ മാത്രമേ ഈ എപ്സിലോൺ വരുന്നുള്ളൂ. സോ ഈ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എപ്സിലോൺ ഉണ്ട്. വി ക്യാൻ ടേക്ക് ലിമിറ്റ് ഓൺലി ടു ദിസ് ടേം ആൻഡ് വെൻ ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് ടു 0 ദിസ് ടേം വിൽ ബി. ഈ ടേം എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ മുമ്പായിട്ട് പറയാം. ഈ ലിമിറ്റ് 1/1 മൈനസ് പി ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് ടു 0 എപ്സിലോൺ റേസ് ടു മൈനസ് പി പ്ലസ് 1 ആണ്, അല്ലെങ്കിൽ പി 1 മൈനസ് പി എന്നാണ്. ഇവിടെ പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആകുമ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴും രണ്ട് ചേഞ്ച് ഉണ്ട്. പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ വാല്യൂ എപ്പോഴും 1 മൈനസ് പി എന്നുള്ളത് 0ലേക്ക് എപ്സിലോൺ 0ലേക്ക് പോകുമ്പോൾ ഈ വാല്യൂ 0ലേക്ക് പോകും. പക്ഷേ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയി എന്ത് വരും, ഇത് ഡിനോമിനേറ്ററിലേക്ക് പോകുക 1 എന്ന ഫോമിലേക്ക്. കാരണം ഈ വാല്യൂ മൈനസ് പി എന്നുള്ളത് 1നേക്കാൾ വലിയൊരു പിയുടെ വാല്യൂ 1നേക്കാൾ വലുതായതുകൊണ്ട് മൈനസ് പി 1 മൈനസ് പി എന്നുള്ളൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സോ ഇത് 1 എപ്സിലോൺ എന്ന ഫോമിലേക്ക് പോകും, എപ്സിലോൺ റേസ് സംതിങ് എന്ന ഫോമിലേക്ക് പോകും. അപ്പോൾ എപ്സിലോണിൻ്റെ വാല്യൂ 0ലേക്ക് പോകുമ്പോൾ ഈ ലിമിറ്റ് വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ ഗിവൺ ഇൻ്റഗ്രൽ എ ടു ബി എക്സ് മൈനസ് എ റേസ് ടു മൈനസ് പി കൺവെർജസ് ഇഫ് പി ലെസ് ദാൻ 1 ആൻഡ് ഡൈവേർജസ് ഇഫ് പി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാം. ഇനി കഴിഞ്ഞിട്ടുണ്ട് പി ഈക്വൽ ടു 1 നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ പി നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് തുടങ്ങിയണ്ടേ. സോ വെൻ പി ഈക്വൽ ടു 1 എന്ത് സംഭവിക്കും നോക്കാം. പി ഈക്വൽ ടു 1 ആകുമ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എക്സ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് പി എന്നുള്ളത് എക്സ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 ഓർ 1/x മൈനസ് എന്നായിരിക്കും. സോ ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് ടു 0 ഇൻ്റഗ്രൽ എ പ്ലസ് എപ്സിലോൺ ടു ബി എക്സ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് 1 അതിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് ആയിരിക്കും, ലോഗ് എക്സ് മൈനസ് എ ഫ്രം എ പ്ലസ് എപ്സിലോൺ ടു ബി ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് ടു 0 ലോഗ് ബി മൈനസ് എ മൈനസ് ലോഗ് എപ്സിലോൺ. ഇവിടെ ലോഗ് ബി മൈനസ് എ ഇൻഡിപെൻഡന്റ് ഓഫ് എപ്സിലോൺ ആണ്. സോ ടി ക്യാൻ ടേക്ക് ലിമിറ്റ് ഓൺലി ടു ലോഗ് എപ്സിലോൺ. ലോഗ് എപ്സിലോണിൽ എപ്സിലോൺ ടെൻഡ്സ് ടു 0 ആകുമ്പോൾ എപ്സിലോൺ ലോഗ് 0 എന്നുള്ളത് ഇൻഫിനിറ്റി ആണ്. സോ ദിസ് ടൈം വിൽ ബി ഇൻഫിനിറ്റി ആസ് വിച്ച് മീൻസ് ദ ഹോൾ ഇൻ്റഗ്രൽ വാല്യൂ ഈസ് ഇൻഫിനിറ്റി അറ്റ് പി ഈക്വൽ ടു 1. അപ്പോൾ പി ഈക്വൽ ടു 1 ആകുമ്പോൾ നമ്മുടെ ഗിവൺ ഇൻ്റഗ്രൽ ഡൈവർജൻ്റ് ആണ്. അപ്പോൾ പി ലെസ് ദാൻ 1 ആയാൽ മാത്രമേ കൺവേർജൻ്റ് ആവുള്ളൂ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഇത് ഡൈവർജൻ്റ് ആയിരിക്കും. നമുക്കിവിടെ ഫസ്റ്റ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് കണ്ട പോലെ തന്നെ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്. അതിങ്ങനെയാണ്, ഇഫ് എഫ് ആൻഡ് ജി ആർ ടു പോസിറ്റീവ് ഫംഗ്ഷൻസ് ബോത്ത് ബൗണ്ടഡ് അറ്റ് എ such that f of x less than equal to g of x, a less than x less than equal to b. Then condition ഇങ്ങനെയാണ്, if integral a to b g of x converges then integral a to b f of x converges. വലിയ ഫംഗ്ഷൻ കൺവെർജ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ഫംഗ്ഷനും കൺവെർജ് ചെയ്യും. സെക്കൻഡ് കണ്ടീഷൻ ആണ് integral a to b g of x dx diverges if integral a to b f of x dx diverges. ചെറിയ ഫംഗ്ഷൻ ഡൈവേർജ് ചെയ്യുമ്പോൾ വലിയ ഫംഗ്ഷൻ ഡൈവേർജ് ചെയ്യും. അതൊരു ഈസി കണ്ടീഷനാണ്, നമ്മൾ അവിടെ കണ്ടതാണ്. ഈ കേസ് ഫസ്റ്റ് കൈൻഡിൽ കണ്ടതാണ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഇങ്ങനെയാണ്, if f of x greater than equal to 0 g of x greater than equal to 0 for a less than x less than equal to b, f of x and g of x are unbounded at x equal to a, and if limit x tends to a f of x by g of x equal to a, ഇവരുടെ കോഷ്യന്റ് വാല്യൂ കോൺസ്റ്റന്റ് ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ ഈക്വൽ ടു എ ആണ്. എയുടെ കാര്യം നോക്കാം നമുക്ക്. ഇഫ് എ ഈസ് നോൺ സീറോ ആൻഡ് ഫൈനൈറ്റ്, എ സീറോ അല്ല പക്ഷേ ഫൈനൈറ്റ് വാല്യൂ ആണ്, then both integral a to b f of x and integral a to b g of x converge or diverge together. രണ്ടുപേരും ഒരുമിച്ച് ഡൈവേർജ് ചെയ്യും, ഒരുമിച്ച് ഡൈവേർജ് ചെയ്യും if a is non zero finite. ഇനി a equal to 0 എന്ത് സംഭവിക്കും നോക്കാം.
if a equal to 0 and integral a to b g of x converges, denominator value converge ചെയ്യുന്നെങ്കിൽ then integral a to b f of x also converges. എയുടെ വാല്യൂ ഇൻഫിനിറ്റിയും ഡിനോമിനേറ്ററുള്ള എഫ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സിൻ്റെ വാല്യൂ ഡൈവർജ് ചെയ്യുന്നെങ്കിൽ സോ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സും ഡൈവർജ് ചെയ്യും. നമുക്ക് എന്താണ് എക്സാമ്പിൾസ് നോക്കാം. ഡൈവർജൻ ടെസ്റ്റിൻ്റെയും ഡയറക്റ്റ് കമ്പാരിസൻ്റെയും ലിമിറ്റ് കമ്പാരിസൻ്റെയും. ചെക്ക് ദ കൺവെർജൻസ് ഓഫ് ഇൻ്റഗ്രൽ 0 to pi sin x by x ക്യൂബ്. നമുക്കറിയാം 0 to pi ആണ് ചെയ്യുന്നത്. സോ സൈൻ എക്സിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, ഗ്രേറ്റർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ് ക്യൂബ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ഈക്വൽ ടു 0. നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരു ഫംഗ്ഷൻ വേണം. വി ടേക്ക് ദാറ്റ് ആസ് ജി ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ് സ്ക്വയർ എടുത്തു. 1 ബൈ എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ളത് സൈൻ എക്സ് ബൈ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് സൈൻ എക്സ് ബൈ എക്സ്. വെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0, ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ളത് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ളതാണ്. ആ വാല്യൂ 1 ആണ് നമുക്കറിയാം. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് 1 ആൻഡ് ദാറ്റ് ഇസ് എ നോൺ സീറോ ഫൈനൈറ്റ് നമ്പർ. അപ്പോൾ നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് എന്താ പറയാം, ബോത്ത് ഇൻ്റഗ്രൽ 0 to pi f of x and 0 to pi g of x കൺവേർജ് ഓർ ഡൈവേർജ് ടുഗദർ എന്ന് പറയാം. പക്ഷെ നമുക്കറിയേണ്ടത് g of x കൺവേർജ് ചെയ്യുന്നതാണ്. സോ ഇൻ്റഗ്രൽ 0 to pi 1 by x square dx. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റഗ്രൽ 0 to a to b 1 by x minus a all raised to p എന്നുള്ള ഞാൻ പറഞ്ഞത്. അവിടെ എയുടെ വാല്യൂ 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് കിട്ടും. ഇത് പിയുടെ വാല്യൂ 2 ആണ്. ഇവിടെ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജ് എന്ന് പറഞ്ഞേ തൊട്ടുമ്പോഴത്തെ എക്സാമ്പിളിൽ. സോ ദിസ് ഡൈവേർജസ്. സോ ഇൻ്റഗ്രൽ 0 to pi g of x dx ഡൈവേർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ 0 to pi f of x dx വിച്ച് മീൻസ് ഇൻ്റഗ്രൽ 0 to pi sin x by x ക്യൂബും ഡൈവേർജ് ചെയ്യും. Next comes the absolute convergence. Absolute convergence. Integral a to b f of x dx is said to be absolute convergent if integral a to b mod f of x dx is convergent. ഇവിടെ നമുക്ക് രണ്ട് തിയറംസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് തിയറം, if integral a to b mod f of x dx converges then integral a to b f of x dx converges. ഇത് നമ്മൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഫസ്റ്റ് ഇന്റഗ്രൽ കണ്ടത് തന്നെയാണ് ഈ സെയിം സാധനം. മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജ് ചെയ്യും വിച്ച് മീൻസ് അബ്സൊല്യൂട്ട് കൺവേർജൻസ് ഇംപ്ലൈസ് കൺവേർജൻസ് എന്ന കാര്യമുള്ളൂ. ഇന്റഗ്രൽ a to b f of x dx converges. Second one, if integral a to b f of x dx is an absolutely convergent improper integral and if mod g of x less than equal to mod f of x. അപ്പോൾ ഇന്റഗ്രൽ a to b f of x dx absolutely convergent ആണ്. മാത്രമല്ല മോഡ് g of x less than equal to mod f of x എന്ന ഫംഗ്ഷൻ g of x ഉണ്ട്. then ഇന്റഗ്രൽ a to b g of x dx ഉം absolute convergent ആയിരിക്കും. നമുക്ക് ഒരു എക്സാമ്പിൾ കാണാം. ഇന്റഗ്രൽ 0 to 1 sin 1 by x by x raised to p dx for p greater than 0 converges absolutely for p greater than 1 എന്ന് കാണിക്കണ്ടേ. സോ നമുക്ക് sin 1 by x by x raised to p നെ that is same as mod sin 1 by x by x raised to p since p is greater than 0. പിയുടെ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് ക്ലിയർലി നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ആൻഡ് sin 1 by xൻ്റെ വാല്യൂ ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ലെസ് ദാൻ 1 ആയിരിക്കും, സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആയിരിക്കും. സോ 1 by sin x raised to p നേക്കാളും ചെറുതാണെന്ന് പറയാം. ഇനി 1 by x raised to p യുടെ കൺവേർജൻസ് നോക്കിയാൽ നമുക്കറിയാം ഇന്റഗ്രൽ 0 to 1 1 by x raised to p കൺവേർജസ് ഇഫ് p ലെസ് ദാൻ 1. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ആണ്. സോ ഇന്റഗ്രൽ 0 to 1 sin 1 by x raised to p കൺവേർജസ് ഇഫ് p ലെസ് ദാൻ 1 യൂസിങ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ മോഡുലസ് വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ദിസ് മോഡുലസ് വാല്യൂ കൺവേർജസ് ഇഫ് p ലെസ് ദാൻ 1 വിച്ച് മീൻസ് ഇന്റഗ്രൽ 0 to 1 sin 1 by x raised to p കൺവേർജസ് അബ്സല്യൂട്ട്ലി ഇഫ് p ലെസ് ദാൻ 1. നെക്സ്റ്റ് നമുക്കൊരു തിയറം നോക്കാം. ദ ഇംപ്രോപ്പർ ഇന്റഗ്രൽ 0 to 1 1 by x dx ഡൈവേർജസ്. ഇത് ഡൈവേർജ് ചെയ്യുന്നത് കാണിക്കണ്ടേ. അതിനുവേണ്ടി നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. സോ ഫോർ 0 ലെസ് ദാൻ എപ്സിലോൺ ലെസ് ദാൻ 1 വി ഹാവ് എഫ് ഓഫ് എപ്സിലോൺ ഈക്വൽ ടു ഇന്റഗ്രൽ എപ്സിലോൺ ടു 1 1 by x dx എന്ന് പറയാം. ഞാൻ ഫൈ ഓഫ് യു എന്നൊരു ഫംഗ്ഷൻ കാണാം. ഫൈ ഓഫ് യു ഈക്വൽ ടു 1 by u ആണ്, വേർ യു ലൈസ് ബിറ്റ്വീൻ 1 and 1 by എപ്സിലോൺ. അങ്ങനെയെങ്കിൽ എന്ത് പറയാം, ഫൈ ഡാഷ് ഓഫ് യു എന്നുള്ളത് മൈനസ് 1 by u സ്ക്വയർ ഡി യു ആണ്. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് f of u here and we can apply the substitution theorem for Riemann integrals. അങ്ങനെയെങ്കിൽ f of epsilon നമുക്ക് എന്ത് പറയാം, വേറെ ഒന്നുമല്ല, ഞാൻ ഈ 1 by x നെ u എന്ന് വിളിച്ചാൽ മതി. 1 by x നെ u എന്ന് വിളിച്ചാൽ എനിക്ക് എന്ത് പറയാം, ഇന്റഗ്രൽ 1 by epsilon to 1. ഇവിടെ 1 by x ൻ്റെ വാല്യൂ u ആണെങ്കിൽ എപ്സിലോൻ്റെയും 1ൻ്റെയും എക്സിൻ്റെ ലിമിറ്റും മാറുന്നത് 1 by epsilon നിന്ന് 1 ആയിരിക്കും. സോ 1 by epsilon to 1 u ഇൻറ്റു മൈനസ് 1 by u സ്ക്വയർ ഡി യു. ഡി എക്സിൻ്റെ വാല്യൂ മൈനസ് 1 by u സ്ക്വയർ ഡി യു ആയിരിക്കും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ ആ മൈനസ് പുറത്തേക്ക് ഇടാൻ നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാം. സോ 1 to 1 by epsilon ആയിരിക്കും, u by u സ്ക്വയർ എന്നുള്ളത് 1 by u du ആയിരിക്കും. ഇത് ഇപ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഫസ്റ്റ് കൈൻഡിലേക്ക് മാറാണ്. നമുക്ക് എന്താ അറിയാം, ഫസ്റ്റ് കൈൻഡ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് 1 to infinity 1 by x dx കൺവേർജ് ചെയ്യുന്ന അറിയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ
ഇത് ഇൻ്റഗ്രൽ 1 to 1 by epsilon 1 by u du എന്നുള്ളത് as epsilon tends to 0 ഇൻഫിനിറ്റിയിലേക്ക് പോകും 1 by infinity 1 to infinity 1 by u du എന്ന ഫോമിലേക്ക് പോകാം ദാറ്റ് ഈസ് ഡൈവർജൻറ്റ് നമുക്ക് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡിൽ അറിയാം അപ്പോൾ നമുക്ക് എന്ത് പറയാം the limit epsilon tends to 0 f of epsilon does not exist എന്ന് പറയാം hence the theorem is proved. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡിനെ ഫസ്റ്റ് കൈൻഡിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് പ്രൂവ് ചെയ്യുന്നതാണ്. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിയറം. പക്ഷേ അതിൻ്റെ പ്രൂഫ് വളരെ സിമ്പിളാണ്. ആകെ ചെയ്യുന്നത് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് 1 by x equal to u എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. നെക്സ്റ്റ് യു ഹാവ് എ നോട്ട്. സോ ഫാർ വി ഹാവ് സീൻ ഇൻ്റഗ്രൽ a to b f of x dx where f of x is unbounded at a. നമ്മൾ ഇതുവരെ കണ്ടത് ലോവർ ബൗണ്ടിൽ അൺബൗണ്ടഡ് ആയ ഫംഗ്ഷൻ ആണ്. പക്ഷേ ഇത് ബിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ദിസ് ക്യാൻ ബി അപ്ലൈഡ് അറ്റ് b2. അതായത് ബിയിൽ മാത്രം അൺബൗണ്ടഡ് ആയ ഫംഗ്ഷൻസ് ഉണ്ടാവാം. ദറ്റ് ഈസ് ഇഫ് f belongs to റീമൈൻ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ അറ്റ് a b minus epsilon but not at a b. a b എന്ന ഇൻ്റർവെൽ റീമൈൻ ഇൻ്റർവൽ അല്ല, നോട്ട് റീമൈൻ ഇൻ്റർവൽ. ഇവിടെ 6 ഉണ്ട് കേട്ടോ. പക്ഷേ a b minus epsilonൽ റീമൈൻ ഇൻ്റർവൽ ആണ്. അങ്ങനെയെങ്കിൽ ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് ടു 0 a to b minus epsilon f of x എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ a to b f of x dx നെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് തന്നെ പറയാം. അതിനായിട്ട് കൺവേർജൻസ് എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾ അടുത്ത് കാണുന്നത് ഇൻ്റഗ്രൽ 0 to 1 1 by 1 minus x ആണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇത് അൺബൗണ്ടഡ് ആയിരിക്കും. സോ ഇൻ്റഗ്രൽ f of x is equal to 1 by 1 minus x is unbounded at x equal to 1. So our integral 0 to 1 1 by 1 minus x dx can be written as limit epsilon tends to 0. Integral 0 to 1 minus epsilon 1 by 1 minus epsilon 1 by minus x. ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ log 1 minus x ആയിരിക്കും. log 1 by 1 minus x by minus 1 വരെ വരും. So that is limit epsilon tends to 0 minus log 1 minus x from 0 to 1 minus epsilon. അപ്പർ ലിമിറ്റ് കൊടുത്താൽ log 1 minus epsilon വരും. മൈനസ് ഉണ്ട്. മൈനസ് ലോഗ് 0 കൊടുക്കുക. എക്സിൻ്റെ വാല്യൂ 0 കൊടുത്താൽ log 1 എന്ന് വരാം. So that is limit epsilon tends to 0 minus log epsilon എന്ന് വരും. And that is infinity. So we get integral 0 to 1 1 by 1 minus x dx diverges. അടുത്ത തിയറം the improper integral 0 to 1 1 by root 1 minus x square dx is convergent എന്നാണ്. ഇത് കൺവെർജൻറ്റ് കാണിക്കാൻ നമുക്ക് ആദ്യം തന്നെ അറിയാം എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. നമ്മൾ അതിനു വേണ്ടി ആദ്യം ചെയ്യുന്നത് ഇൻ്റഗ്രൽ 0 to 1 1 by root 1 minus x എന്ന ഫംഗ്ഷൻ കൺവെർജൻ്റ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഇൻ്റഗ്രൽ 0 to 1 by root 1 minus x നെ ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് 0 ഇൻ്റഗ്രൽ 0 to 1 minus epsilon 1 by root 1 minus x എഴുതാം. root 1 minus x നെ 1 minus x raised to minus 1 by 2 എഴുതാം. ഇൻ്റഗ്രേറ്റ് that we get minus 2 into 1 minus x whole raised to 1 by 2 എന്ന് കിട്ടും. ഇൻ്റഗ്രേഷൻ്റെ സ്റ്റെപ്പ് അപ്ലൈ ചെയ്താൽ മതി. ലിമിറ്റ് 0 to 1 by minus epsilon ആണ്. അപ്ലൈ ചെയ്യുന്ന ലിമിറ്റ് we get ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് 0 minus 2 into root of 1 minus epsilon plus എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് 1 ആയി മാറും. ദാറ്റ് ഈസ് minus 2 plus 2 ആവും. ഒന്ന് റീറൈറ്റ് ചെയ്താൽ ഈ റൂട്ടിനകത്ത് വാല്യൂ റൂട്ട് എപ്സിലോൺ ആയിരിക്കും. 2 minus 2 root epsilon എന്ന് കിട്ടും. when ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് 0 ദിസ് വാല്യൂ ഈസ് 2. ഇനി നമുക്കറിയാം 0ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂസിന് 1 by root 1 minus x square x സ്ക്വയറിലെ എക്സിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ x സ്ക്വയറിൻ്റെ വാല്യൂ ഇത് നമുക്ക് റീറൈറ്റ് എങ്ങനെ എഴുതാം 1 by root 1 plus x into root 1 minus x. ഈ റൂട്ടിനകത്തെ വാല്യൂവിനെ a plus b into a minus b എന്ന ഫോമിൽ സ്പ്ലിറ്റ് ചെയ്താൽ മതി. and that will be strictly less than this alone, that is 1 by root 1 minus x. അപ്പോൾ നമ്മളെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 by root 1 minus x square is less than equal to 1 by root 1 minus x for 0 less than x less than 1 എന്ന് പറയാം. അപ്പോൾ നമുക്കിതിൽ ഈ ഇൻ്റഗ്രൽ 1 by root 1 minus x from 0 to 1 കൺവെർജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ഇൻ്റഗ്രലും ബൈ ലിമിറ്റ് കമ്പാരിസൺ ബൈ ദ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് എന്ത് പറയാം കൺവെർജ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഹെൻസ് ദ പ്രൂഫ്. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡിൻ്റെയും സെക്കൻഡ് കൈൻഡിൻ്റെയും ഒരു കോമ്പിനേഷൻ മാത്രമാണ്. അതിൻ്റെ എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയുന്നതാണ് എളുപ്പം. ഇൻ്റഗ്രൽ 0 to infinity 1 by x square plus root x. ഇത് 0 എന്ന വാല്യൂവിലും ഇൻഫിനിറ്റി എന്ന വാല്യൂവിലും അൺബൗണ്ടഡ് ആയിരിക്കും. അറ്റ് ബോത്ത് എൻഡ് പോയിന്റ്സ് ദിസ് ഇസ് അൺബൗണ്ടഡ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം ഇൻ്റഗ്രൽ 0 to infinity 1 by x square plus root x ഞാൻ റീറൈറ്റ് ചെയ്തത് ഇൻ്റഗ്രൽ 0 to 1 by x square plus root x dx എന്നും ദെൻ ഇൻ്റഗ്രൽ 1 to infinity 1 by x square plus root x dx എഴുതാം. ഇവിടെ അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ളത് 0യിൽ അൺബൗണ്ടഡും സെക്കൻഡ് ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിൽ ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ എന്നുള്ളത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡും സെക്കൻഡ് ഇൻ്റഗ്രൽ എന്നുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡും a to infinity എന്ന ഫോമിലാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഇൻ്റഗ്രൽസിനാണ് നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. 0 to infinity 1 by x square dx ആണ് ചെയ്യേണ്ടത്. ഇത് 0യിലും അൺബൗണ്ടഡ് ആണ് ഇൻഫിനിറ്റിയിലും അൺബൗണ്ടഡ് ആണ്. പക്ഷേ നമുക്ക് 0 to 1 എന്ന പോയിന്റ് എടുത്താൽ ഇൻ്റഗ്രൽ 0 to 1 1 by x square dx പ്ലസ് ഇൻ്റഗ്രൽ 1 to infinity 1 by x square dx എന്ന് എഴുതാം.
ഇവിടെ 0 to 1 1 by x square dx എന്നുള്ളത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് ആണ്. ഇൻ്റഗ്രൽ 1 to infinity 1 by x square dx എന്നുള്ളത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. ഇവിടെ പിയുടെ വാല്യൂ ഇവിടെ നമുക്ക് നേരത്തെ കണ്ട എക്സാമ്പിൾ പ്രകാരം ഇൻ്റഗ്രൽ 0 to 1 1 by x square ഡൈവർജൻ്റ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ സെക്കൻഡ് കൈൻഡ് ആണ്, മാത്രമേ ഡൈവർജൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഡൈവർജൻസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ മതി, ടോട്ടൽ സം എടുക്കുമ്പോഴും ഡൈവർജൻ്റ് ആയിരിക്കും. സോ ഇൻ്റഗ്രൽ 0 to infinity 1 by x square is എ ഡൈവർജൻ്റ് ഫംഗ്ഷൻ കിട്ടും. അടുത്ത കോഷി പ്രിൻസിപ്പൽ വാല്യൂ ആണ്. ആ കോഷി പ്രിൻസിപ്പൽ വാല്യൂ ഒരു ഇൻ്റഗ്രലിനെ ഡിഫൈൻ ചെയ്യുന്നത്, അതായത് -∞ f of x dx എന്ന ഇൻ്റഗ്രലിനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ലിമിറ്റ് s ടെൻഡ്സ് ടു ഇൻഫിനിറ്റി -s to s f of x dx എന്നാണ്. അതായത് ഇൻഫിനിറ്റിക്ക് പകരം നമ്മളൊരു വാല്യൂ കൊടുക്കും ആൻഡ് ദാറ്റ് വാല്യൂ എസ്സിനെ ഇൻഫിനിറ്റിക്കുള്ള ലിമിറ്റ് എടുക്കും. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് CPV ഓഫ് കോഷീസ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് -∞ f of x dx ഈക്വൽ ടു ലിമിറ്റ് s ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ -s to s f of x dx ആണ്. നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഇൻ്റഗ്രൽ -2x f of x dx. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ വാല്യൂ ഡൈവർജൻ്റ് ആണ്, കാരണം -∞ ഇൻഫിനിറ്റിക്ക് പോകുന്നത് ക്ലിയർലി ഡൈവർജൻ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് അതിൻ്റെ CPV ചെക്ക് ചെയ്യുമ്പോൾ CPV ഓഫ് -∞ s dx is equal to ലിമിറ്റ് s ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ -s to s x dx ആണ്. ഈ എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ആണ്. സോ x²/2 ഫ്രം ലിമിറ്റ് -s to s. ആ വാല്യൂ 0 ആയിരിക്കും. s ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആകുമ്പോഴും അത് 0 ആണ്. ഈ ഇൻ്റഗ്രൽ വാല്യൂനും 0 ആയിരിക്കും. സോ ഈ s ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അത് ബാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഒരു ഡൈവർജൻ്റ് ഫംഗ്ഷൻ ആണ്. ഈ ഒരു ഇൻ്റഗ്രലാണ് ഈ ഇൻ്റഗ്രലെങ്കിലും അതിനൊരു ഫൈനൈറ്റ് CPV വാല്യൂ ഉണ്ടാകും. സോ അതാണ് CPVയുടെ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു എക്സാമ്പിൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ താങ്ക് യു.